എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. നിലവിൽ മെറിറ്റ് കോട്ട, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ളതാണ് മെറിറ്റ് കോട്ടയുടേത്. അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കോട്ട, അതായത് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലിങ്കുകൾ വഴി നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു ലിങ്കുകൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിക്കാവുന്നതാണ്. ഇനി അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ജൂൺ 11-ാം തീയതി, അതായത് നാളെ ജൂൺ 10 മറ്റന്നാൾ ജൂൺ 11-ാം തീയതിയാണ്. അപ്പോൾ ജൂൺ 11-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ ജൂൺ 11-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങളുടെ അഡ്മിഷൻ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നാളെ തന്നെ അഡ്മിഷനായിട്ട് പോകാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഡോക്യുമെൻസിൽ എന്തെങ്കിലും എറേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെന്റ് മിസ്സായി പോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്നതിനായിട്ട് അത് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. കാരണം നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ്, അതായത് ജൂൺ 11-ാം തീയതി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ വേണ്ട ഡോക്യുമെൻസിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് അത് ഡോക്യുമെൻ്റ് സംഘടിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ തന്നെ അഡ്മിഷനായിട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക്. അതായത് എന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു പ്രശ്നം പരിഹരിച്ച് ആ ഒരു ഡോക്യുമെൻറ്റുകൾ സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ തന്നെ അഡ്മിഷനായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ hscap വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അപേക്ഷിച്ചവർ ആണെങ്കിൽ ഇത് നോക്കിയതിന് ശേഷം പിന്നീട് കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്ക് വഴി അതിൻ്റെ ആ ഒരു റിസൾട്ട് കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, പാസ്വേഡ് നൽകുക, അതുപോലെ ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്നതോടുകൂടി പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പച്ച കളറിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അതേസമയം നിങ്ങൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റും കിട്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് ആണെങ്കിൽ ഇതുപോലെയാണ് ഉണ്ടാവുക, സോറി നോ യു ഹാവ് നോ ചേഞ്ചസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ നോ ചേഞ്ചസ് എന്നാണ് ഉണ്ടാവുക, അതായത് വെറും നോ ചേഞ്ചസ് എന്നായിരിക്കും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് യു ആർ നോട്ട് ജോയിൻഡ് ഹെൻസ് യു ആർ നോട്ട് കൺസിഡർ ഫോർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാവും. അതായത് നോട്ട് ജോയിൻ അല്ലെങ്കിൽ നോൺ ജോയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിലാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ചവരും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ കൺഗ്രാജുലേഷൻസ്, അതുപോലെ തന്നെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേര് കാണാം, അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ സാധിക്കും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതൊരു പച്ച ലിങ്കാണ്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ കാണാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് വ്യൂ യുവർ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വ്യൂ യുവർ റാങ്ക് ലിസ്റ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി തേർഡ് അലോട്ട്മെൻറ്റിന് നിങ്ങളെ പരിഗണിക്കുന്ന ആ ഒരു ഓപ്ഷനുകൾ, അതായത് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ള ഓപ്ഷനുകൾ ഏതൊക്കെയാണ് അതിൻ്റെ ലാസ്റ്റ് റാങ്കും അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്കും കാണാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് റാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച, അതായത് നിങ്ങൾ ഓപ്ഷൻ വെച്ച ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക്, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു വിദ്യാർത്ഥിയുടെ, അതായത് ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ആ റാങ്കാണ് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എങ്ങനെയാണ് അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഫീസ് കൊടുത്ത് നേടുന്ന അഡ്മിഷനാണ് പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഫീസും അതുപോലെ ഡോക്യുമെൻസും ഒക്കെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത്, അതായത് അഡ്മിഷൻ ഫീസാണ്, അഡ്മിഷൻ ഫീസും ഡോക്യുമെൻസും ഒക്കെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊടുക്കണം. എത്ര രൂപയാണ് ഫീസ് വേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ടാമത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെയുള്ള ഏതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും
ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. ടെമ്പററി അഡ്മിഷൻ നേടി നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കാവുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു ലഭിച്ച ഓപ്ഷനിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതും ഹയർ ഓപ്ഷൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് ഒഴിവാക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനൊക്കെയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾക്ക് നേടാവുന്നതാണ്. നിങ്ങളുടെ സൗകര്യമാണ്. ടെമ്പററി അഡ്മിഷന് ഫീസും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ, അഡ്മിഷനായിട്ട് ആവശ്യമുള്ളൂ. ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു, 5ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ടാവും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ഹയർ ഓപ്ഷൻ അവിടെ തന്നെ നിലനിർത്തിയത് കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിച്ചിട്ടുണ്ടാവും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അതായത് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിനും കാത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു സീറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിങ്ങളുടെ രക്ഷിതാവിനെ കൂട്ടിയിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഫീസ് അടച്ചുകൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാവുന്നതാണ്. ഇനിയിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ, ഇപ്പോൾ ഞാനിപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ട് എനിക്ക് 5ാമത്തെ ഓപ്ഷനിലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. എനിക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ 3ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. ഇപ്പോൾ 3ാമത്തെ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിലെ തന്നെ, അതായത് സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടി ആ ഒരു സ്കൂളിൽ പോവുക. അതിനുശേഷം ആ ഒരു പുതുതായിട്ട് കിട്ടിയ കോഴ്സിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ മാറ്റുക. പുതുതായിട്ട് കിട്ടിയിട്ടുള്ള കോഴ്സിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ തന്നെയാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ ഓൾറെഡി നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ വീണ്ടും എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ ആദ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷൻ, അതായത് സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ആ ഒരു സീറ്റ് മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതും, അതല്ല ടെമ്പററി അഡ്മിഷൻ തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ വീണ്ടും പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നേടേണ്ടതും ആണ്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഓപ്ഷൻ എന്ന് പറയുന്നത് സെയിം സ്കൂളിലെ മറ്റൊരു കോഴ്സല്ല, മറ്റൊരു സ്കൂളാണെന്ന് വിചാരിക്കാം. മറ്റൊരു സ്കൂളിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടിയിട്ട് സ്കൂളിൽ പോവുക. അതായത് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് മറ്റൊരു സ്കൂളിൽ ആണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും, അതായത് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ഓപ്ഷന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള, അതായത് ടെമ്പററി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടിയിട്ട് പോവുക. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു വാങ്ങുക. സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് വല്ല റെസിപ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റെസിപ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തിരിച്ചു തരും. അപ്പോൾ അതും എടുത്തുകൊണ്ട്, അതായത് അത് വാങ്ങിച്ചുകൊണ്ട് നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടി പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂൾ എവിടെയാണോ അവിടെ നിങ്ങളുടെ പുതിയ അലോട്ട്മെൻറ്റ് ലെറ്ററും, അത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്ററും എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ പുതുതായിട്ട് കിട്ടിയ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ടെമ്പററി ആയിട്ടോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് വേണ്ടതെങ്കിൽ ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷനും നേടാവുന്നതാണ്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥി പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയിട്ടുണ്ടായിരുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ ആദ്യം കിട്ടിയ സീറ്റ് അവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് ആ ഒരു സ്കൂളിൽ പോവുക, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു വാങ്ങിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ PTA ഫണ്ട്, PTA ഡൊണേഷൻ എന്നിവ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. എന്നാൽ അഡ്മിഷൻ ഫീസിൻ തിരിച്ചു തരുന്നതല്ല. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ ഫീസിൻ്റെ റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ആ റെസിപ്റ്റും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അതുപോലെ തിരിച്ചു തന്നിട്ടുള്ള ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങൾ പോവുക, നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടി പോവുക. അവിടെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ വേണമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാം, അതല്ല പെർമനൻറ്റ് അഡ്മിഷനാണ് വേണ്ടതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി അതേസമയം വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നത് ടെമ്പററി അഡ്മിഷനാണ്, അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിലേക്കാണ് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടി വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷന് നിങ്ങളുടെ ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിങ്ങൾ പോവുക. അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അതുപോലെ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ഫീസും കാര്യങ്ങളൊക്കെ തിരിച്ചു വാങ്ങിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അഡ്മിഷനാണ് നേടേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ജൂൺ 11-ാം തീയതി വൈകുന്നേരം 5 മണിക്കുമായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.